ഇന്ന് ക്രിയേറ്റേഴ്സിന് വേണ്ടി ഒരുപാട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. എന്നാൽ ഇന്ന് നമുക്കൊരു ഓൾ ഇൻ വൺ സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാം, പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഈ ഒരൊറ്റ സോഫ്റ്റ്വെയറിൽ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെമോ ക്രിയേറ്ററിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന കുറേ അധികം AI ഫീച്ചേഴ്സ് കൂടി ഈ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് AI ഫീച്ചേഴ്സ് എന്നൊക്കെ മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോഫ്റ്റ്വെയർ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീഡിയോ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, സ്ക്രീനും ക്യാമറയും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, ക്യാമറ മാത്രം റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും, വിർച്വൽ അവതാർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, വീഡിയോ പ്രസന്റേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം സ്ക്രീൻ റെക്കോർഡിംഗ് നമുക്ക് നേരെ ഇതിന്റെ എഡിറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് സ്ക്രീനും ക്യാമറയും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ഈ സ്ക്രീൻ ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീന് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ഭാഗമാണോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം റെക്കോർഡ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ സഹിതം നിങ്ങൾക്ക് ഏത് രീതിയിലും ക്യാമറ ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് വിർച്വൽ അവതാർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറ്റും. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്റെ അവതാറാണ്. ഞാൻ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതൊക്കെ തന്നെ ഇവിടെ നിന്ന് സ്ക്രീനിൽ അവതാരം കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവതാരം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് അവതാർ ക്യാരക്ടേഴ്സ് ഇവിടെ കിട്ടും. ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വീഡിയോ പ്രസന്റേഷൻ ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പ്രസന്റേഷന് വേണ്ട ഫയലുകൾ ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ ഇതിൽ ടെലി പ്രോംപ്റ്റർ നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും അത് നിങ്ങൾക്ക് ലൈവായിട്ട് സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രീം എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൂം മീറ്റിംഗിലൂടെ മൈക്രോസോഫ്റ്റ് ടീമിലൂടെ ഗൂഗിൾ മീറ്റിലൂടെ ഒക്കെ ഷെയർ ചെയ്യാനും സാധിക്കും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സോഫ്റ്റ്വെയറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിനുള്ളിൽ ഒരു വീഡിയോ എഡിറ്റർ ഉണ്ടെന്നുള്ള കാര്യമാണ്. വീഡിയോ എഡിറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസിൽ നമ്മുടെ വീഡിയോ എഡിറ്റർ ഓപ്പൺ ആയിട്ട് വരും. എല്ലാ ഫീച്ചേഴ്സും, അതായത് നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് മേടിക്കുന്ന സോഫ്റ്റ്വെയറുകളിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വീഡിയോ എഡിറ്ററിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് AI ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നിങ്ങളുടെ വീഡിയോയിൽ AI വെച്ചിട്ടുള്ള മാജിക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാജിക് ടൂൾ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ അധികം AI ടൂൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് എനേബിൾ ചെയ്യുക. ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ AI പോർട്രേറ്റ് ആണ്. അതായത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ബ്ലെയർ ആക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തു, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വീഡിയോ അങ്ങോട്ട് സെറ്റ് ആയിട്ട് വന്നില്ല, ലൈറ്റിംഗ് പോരാ, നിങ്ങളുടെ ഫേസ് ഒന്നും അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല, അങ്ങനെ സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്യൂട്ടി ഫിൽറ്റർ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. കുറെ അധികം ബ്യൂട്ടി ഫിൽറ്റേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ അത് നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഇപ്പോൾ ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഫിൽറ്റർ കൂടെ ആഡ് ചെയ്യുകയാണ്. ഫേസിൽ വരുന്ന ചേഞ്ചസ് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഓരോ ഫിൽറ്റർ നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഫേസിൽ മാറ്റം വരുന്നുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കൊള്ളുക. അടുത്ത ഫിൽറ്റർ ആഡ് ചെയ്തു. ഇത് നമ്മുടെ മൊത്തം വീഡിയോയിലാണ് അപ്ലൈ ആവുന്നത്. ഫിൽറ്റർ നിങ്ങളുടെ മൊത്തം വീഡിയോയിലും വേണ്ട ഏതെങ്കിലും ഒരു ചെറിയ പോർഷനിൽ മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യുക. അതായത് ഇതേപോലെ കട്ട് ചെയ്തതിനു ശേഷം ഏത് പോർഷനിലാണോ ഫിൽറ്റർ വേണ്ടത് അവിടെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ഫിൽറ്റർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല AI ഡീനോയ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നോയിസ് ക്യാൻസലേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോയിസ് ലെവൽ നമുക്ക് ഇവിടെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഏത് രീതിയിലാണ് നോയിസ് ലെവൽ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നോയിസ് ലെവൽ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം തന്നെ AI സ്പീച്ച് എൻഹാൻസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടിൽ കുറച്ചുകൂടി എൻഹാൻസ് ആയിട്ടായിരിക്കും നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾ എല്ലാ വോയിസിലും ഇത് വർക്ക് ആവണമെന്നില്ല. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓഡിയോ ഏത് രീതിയിലുള്ളതാണോ അതിനനുസരിച്ചായിരിക്കും ഇതിലൊരു മാറ്റം ഉണ്ടാവുക. ചില ഓഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. പക്ഷേങ്കിൽ ചില സംഭവങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഓഡിയോ എൻഹാൻസ് ആയിട്ട് കിട്ടുന്നുമുണ്ട്. അത് മാത്രമല്ല AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. AI വോയിസ് ചേഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിൽ വന്നു കഴിഞ്ഞാൽ കുറേ അധികം വോയിസുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതൊക്കെ ഇതേപോലെ പ്ലേ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വോയിസ് ആണോ സൂട്ടബിൾ ആയിട്ടുള്ളത്, ഓക്കെ ആയിട്ടുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെയിൽ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത വോയിസിലേക്ക് നമ്മുടെ സൗണ്ട് കൺവേർട്ട് ആവും. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറെ അധികം പ്രീമിയം ടെക്സ്റ്റ് എഫക്റ്റുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് എഫക്റ്റ് ആണോ വേണ്ടത് അത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ടെക്സ്റ്റിൽ ആനിമേഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ആനിമേഷൻസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഒരു സിമ്പിൾ ക്ലിക്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറ്റും. നോക്കൂ,
നോക്കിക്കോ, ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ അലുകുലുക്ക് സാധനങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ കുറേ ലൈറ്റ്സ് ഉണ്ട്, ഇവിടെ ഞാൻ മറ്റൊരു വീഡിയോ കയറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു സിമ്പിൾ ക്ലിക്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കട്ടെ. അതിനായിട്ട് ഇവിടെ പോർട്രേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറാണിത്. അതിനോടൊപ്പം തന്നെ ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഫക്റ്റ് കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനായിട്ട് സാധിക്കും. എഡ്ജ് തിക്നെസ് എത്ര വേണം, എങ്ങനെ വേണം, അതെല്ലാം നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളൊന്ന് കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിരിക്കുന്നത്. നോക്കുക എത്ര മനോഹരമായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയി നോക്കി. ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ രീതിയിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് റിമൂവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. നോക്കുക, ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ലൈറ്റും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട്. ഈ ഫുൾ വീഡിയോയിൽ അവിടെ ലൈറ്റ് ഇനി കാണത്തില്ല, നമ്മളത് റിമൂവ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കുറച്ച് പോർഷനിലേക്ക് മാത്രമാണ് അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തുള്ള ഒബ്ജക്റ്റുകൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിലുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് വോയിസ് റിമൂവർ എന്ന് പറയുന്ന ഓപ്ഷൻ. ജസ്റ്റ് ഇതും ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രോസസ്സിംഗ് നടക്കും. പ്രോസസ്സിംഗ് കഴിയുമ്പോൾ ഇതേപോലെ 2 ഓഡിയോ ഫയലുകൾ വരും. അതായത് ഇതിൽ ഒരെണ്ണം നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നോയിസും മറ്റൊരെണ്ണം നമ്മുടെ സൗണ്ടുമാണ്. നമുക്കിവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസ് കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് എത്രയും ബാക്ക്ഗ്രൗണ്ട് നോയിസ് വേണം അത് ഇതേപോലെ കുറയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഓഡിയോ സൗണ്ടും ഇതേ രീതിയിൽ വോക്കൽസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഓഡിയോ മൊത്തത്തിൽ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫീച്ചറാണിത്. പിന്നെ നമുക്കൊരു വീഡിയോ എഡിറ്ററിൽ വേണ്ട കർസർ എഫക്റ്റ്, ഫാൻ എഫക്റ്റ്, ട്രാൻസിഷൻസ്, ബേസിക് കിറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഓഡിയോസ് നമുക്ക് ഇഷ്ടം പോലെ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭിക്കും. ഇങ്ങനെ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ശേഷം ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സെപ്റ്റ് റേഷ്യോയും ക്വാളിറ്റിയും ഒക്കെ എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് HD മുതൽ 4K ക്വാളിറ്റിയിൽ വരെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ റെൻഡർ ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റിയും ഡ്യൂറേഷനും അനുസരിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെൻഡർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പം റെൻഡർ ചെയ്ത ഒരു ഫയലാണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഏത് ഫയലുകളും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് റെൻഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ചതുപോലെ അതിന്റെ ഫ്രീ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പ്രോ വെർഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രൈസും കാര്യങ്ങളും എത്രയാണെന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ട പാക്കേജ് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആയാലും ആദ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങുക. വണ്ടർഷെയർ ഡെമോ ക്രിയേറ്ററിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇതിനു മുമ്പ് വണ്ടർഷെയർ ഡെമോ ക്രിയേറ്ററിന്റെ വേർഷൻ 7 ആയിരുന്നു. ഇപ്പം വണ്ടർഷെയർ ഡെമോ ക്രിയേറ്റർ 8 ആണ് വന്നിരിക്കുന്നത്. അഥവാ നിങ്ങൾ ആരെങ്കിലും ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.